ആയിഷ ആയിഷ കൽബനി ആയിഷ ഇശലെന്ന പോൽ ഇടനെഞ്ചിലായി ഇല പെയ്തൊരനുരാഗകാലം നിനക്കായി കുറിക്കുന്നിതാ ആയിഷ. ആയിഷ ആയിഷ കൽബനി ആയിഷ. കൊത്തിവെക്കും ചിത്തിരം പോൽ മുത്തുറപ്പിൻ ഇച്ഛ പോലെ ദുനിയാവിനെതിരായ മരുവിൽ ഉരുകും മണൽ കാറ്റിനലയിൽ അടരാതെ നിൽക്കുന്നൊരിഷ്കിന്റെ മരമുണ്ട്. നീട്ടി നീയൊന്നു നോക്കൂ ആയിഷ 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 കൽബനി ആയിഷ. കനവിൻ്റെ കനലൂതിയെരിയുന്ന പുക പോലെ അകമാകെ നിറയുന്നൊരാൾ അകലെ മലക്കായി മറയുമ്പോഴും കൂടെ മണിമാരനാകുന്നൊരാൾ അവനേകുമാ പ്രേമമഴവില്ലിലേക്കുള്ള തെളിവാതിലാണോ നീ? അല്ല മുഹബത്ത് നീ ആയിഷ. ആയിഷ ആയിഷ കൽബനി ആയിഷ. താങ്ക് യു. തീർത്താ നല്ല തട്ടൊക്കെ ഇട്ട് നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ട്. പിന്നല്ലാണ്ട് അത് എപ്പോഴും ആസ് ഓൾവേസ്. ഓൾവേസ് സൂപ്പർ. ഓക്കെ, ചോദിക്കാം. ഹരിച്ചേട്ടാ, തീർത്ഥ സർ എങ്ങനെ ഉണ്ടായിരുന്നു തീർത്ഥ? കുഴപ്പമില്ലാതെ. സ്വന്തമായിട്ട് പറ. ഇത്ര നമ്മളിപ്പോ സെമി ഫൈനലൊക്കെ എത്താറായില്ലേ? ബേസ് കുറച്ച് പ്രശ്നം പറ്റി. പറ്റിയതുപോലെ പിന്നെന്തൊക്കെയാ ഫീൽ ചെയ്ത? ശ്രുതി ഓക്കെ. സോ മോളെ, ഇത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒരു പാട്ട് പാടിയിട്ട് അതിൻ്റെ ഒരു എല്ലാവർക്കും ഒരു ഓറ കൊടുക്കില്ല നമ്മളൊരു ഇമ്പാക്റ്റ്, അത് മിസ്സിങ് ആയിരുന്നു. ലൈക്ക് നന്നായിട്ട് പാടി മോള്, മോശം എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു സോങ് പാടിയിട്ട് അതിൽ നമ്മൾ എല്ലാവർക്കും ഒരു കുറച്ച് നേരം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ. ആ ഒരു അവിടെ സാധനം ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. എവിടെ എന്തൊരു വീണ കോറസ്. ആ അതിലോട്ട് ഞാൻ വരാം. അതൊരു ഒന്നൊന്നര ഇമ്പാക്റ്റ് ആയിരുന്നു. അപ്പൊ മോളെ ഇതില് പറയുകയാണെങ്കിൽ നിനക്കായി കുറിക്കുന്നത് അല്ലേ, അതൊന്ന് പാടാവോ? ഇശലെന്ന പോൽ ഇടനെഞ്ചിലായി ഇല പെയ്തൊരനുരാഗകാലം നിനക്കായി കുറിക്കുന്നിതാ ആയിഷ. നേരത്തെ ലൈവ് പാടിയപ്പോൾ അത്
ക്ലിയർ ആയിരുന്നില്ല മോളെ. പിന്നെ അന്തി അന്തി കൽബ് അറബി മൈക്കട് എന്താടാ പറഞ്ഞു നിങ്ങള്? അന്തി കൽബി അന്തി റൂഹി. ഞാനിവിടെ ആന്റി കൽബി ആന്റി റൂബി എന്ന് കേട്ടിട്ടുണ്ട്. ആന്റിയാ എന്താ വെച്ചാ എന്താ ബദ്രി? അറബിയല്ലേ, എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. അത് പഠിക്കണ്ടേ? ഇത്രയും റിസർച്ച് നടത്തുന്ന ഉണ്ടാവില്ല, അന്തിന്നായിരിക്കും. അന്തിന്ന് ഉണ്ടാവില്ല കേട്ടോ. ആണോ പാട്ടിനകത്ത്? ഓക്കെ സാർ. അന്തി ആയിരിക്കും. ഓക്കെ. അപ്പം എന്തുകൊണ്ട് സാർ അതിന്റെ മീനിങ് നിങ്ങൾ അന്വേഷിച്ച് പോയില്ല? പെട്ടെന്ന് കോറസ് കിട്ടി. അപ്പൊ ഇത് അഞ്ച് പാച്ചല്ലോ. എന്നാലും താങ്കളുടെ ഒരു സ്വഭാവം അനുസരിച്ച് താങ്കൾ എന്ത് പാടിയാലും അതിന്റെ ഒരു റിസർച്ച് നടത്താറില്ലേ? അതെ. പെട്ടെന്ന് കോറസ് കിട്ടിയപ്പോ പിന്നെ അത് പഠിച്ചിട്ട് അങ്ങ് പോകുന്നു. ഓക്കെ. എന്തുകൊണ്ട് ഇതിൽ മെബിനെ കോറസിൽ താങ്കൾ സെലക്ട് ചെയ്തു? ഞാനല്ല ഗ്രൂമേഴ്സ് സെലക്ട് ചെയ്തു. അതിൽ എനിക്ക് ഒരു പങ്കുമില്ല. ഇല്ല. അതെ. ഓക്കെ. അപ്പൊ നിനക്ക് അപ്പൊ കണ്ടപ്പോ നീ ഒരു അറബിയായിട്ട് തോന്നിയല്ലേ ഗ്രൂമേഴ്സിന്? നിനക്കിട്ട് തരാന്ന് വിചാരിച്ചു. നല്ല അറബിയൊന്ന് എഴുന്നേറ്റിക്കോ. അതെ, അറബി ഒന്ന് കാണട്ടെ. അറബിക്ക് ഒരു തമ്പുരും കൂടി ആവായിരുന്നു. ഓക്കെ. അപ്പൊ കോറസ് വാസ് ഗുഡ്. ഒരു വൈബ് ഉണ്ടായിരുന്നു. അത് വന്നപ്പോഴാണൊന്ന് ഉണർന്നത്. ഓക്കെ. പിന്നെ മോളെ കൊത്തി വെക്കും ചിത്തിരം പോൽ ദുനിയാവിൻ അതൊന്ന് പാടാവോ? ദുനിയാവിനതിരാ ആ നോട്ടൊന്നും ആ നോട്ടൊന്നും ക്ലിയർ അല്ല. ദുനിയാവിനതിരായ മരുവിൽ. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് മോളൊന്ന് പാടിയപ്പോ പല നോട്ട്സും ക്ലിയർ ആയിരുന്നില്ല. തരിരാരി തരിരാരി തരിരാ. പിന്നെ അതുപോലെ ആയിഷ ആയിഷ ഖൽബ് നീ ആയിഷ എൻഡിങ് ഇല്ലേ, ലാൻഡിങ്, അതൊന്ന് പാടാം. കൽബ് നീ ആയിഷ ആയിഷ ഖൽബ് നീ അതൊന്ന് പാടിക്കേ. കൽബ് നീ ആയിഷ ആയിഷ. അതൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു ലൈവ് പാടിയപ്പോ. കുറച്ചും കൂടി ഒന്ന് സ്ലോ ഡൗണും ചെയ്യാൻ തോന്നി. ഭയങ്കര ഒരു നിങ്ങൾക്കൊരു റഷ് ഉണ്ട്. ആ സോങ് നിങ്ങളെ ഉൾക്കൊണ്ട് പാടണം. കുറച്ചും കൂടി ഒന്ന് അതിനെ അകത്തോട്ട് എടുക്കണം. നമ്മൾ അതിനെ സ്നേഹിക്കണം, ആ പാട്ടിനെ. എന്നാലേ ആ പാട്ട് നമ്മളെ തിരിച്ച് സ്നേഹിക്കുകയുള്ളൂ. അപ്പൊ മോള് കുറച്ചും കൂടി ഒന്ന് ഇൻവോൾവ് ആവായിരുന്നു, ആ പാട്ടുമായിട്ടൊന്ന് ഇതാവായിരുന്നു, ജെല്ലാവായിരുന്നു എന്ന് തോന്നി. എസ്പെഷ്യലി ഈ ഒരു ഏരിയാസ് ഒക്കെ ഒരു ഇത് എം ചേച്ചൻ സാർ ആ ഒരു രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ പല നോട്ട്സിലാണ് ആ ബ്യൂട്ടി ഇരിക്കുന്നത്. അപ്പൊ അത് ചിലയിടത്ത് പ്രൊജക്ട് ചെയ്ത് തന്നെ നമ്മൾ പാടണം. പിന്നെ വീണ്ടും നമ്മുടെ അറബി എത്തി. അറബി കുറച്ച് സംഗതികളൊക്കെ പാടി. പിന്നെ അല്ലാ മൊഹബത്ത് അതൊന്ന് പാടാം. അവിടെയൊക്കെ ആണോ നീ താരാനേ എത്തണം മോളെ. ഇപ്പോഴും കുറച്ച് ഫ്ലാറ്റാ. ആണോ നീ നീ ഹായിഷ അതോ ആയിഷയാണോ? ആയിഷ. നേരത്തെ നീ ഹായിഷ എന്നാ പാടിയത്. അത് മോളെ അതൊരു ലാൻഡിങ് ആണ്. അവിടെ ഓർക്കസ്ട്ര ഒക്കെ നിൽക്കുകയാണ്. അപ്പൊ മോളിലാണ് ഫുൾ ഫോക്കസ് വരുന്നത്. അവിടെ മറ്റേ പൊളിക്കണം, മനസ്സിലായില്ല? അവിടെ കയ്യടി കിട്ടണം. ആ ഒരു ഏരിയ നമ്മൾ ഭയങ്കര അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ ഫുൾ പോസാണ്. അപ്പൊ ശ്രേയാജി പാടുന്ന ഒരു എക്സ്പ്രഷനൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ അത് അവിടെ മിസ് ചെയ്തു. അവിടെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. പിന്നെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ആരാ? നമ്മുടെ അറബി. വീണ്ടും അറബി എത്തി. അറബിക്ക് ഒരു കയ്യടി. രണ്ട് അറബികൾ. അതെ, മെബിൻ എന്ത് മോശോ, ദാസനും വിജയനായിരിക്കുന്നു. അയ്യോ ശരിയാ. ആ ഓക്കെ. അപ്പൊ മോളെ അടുത്ത റൗണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ? ഏതാ ഉള്ളത് ഇനിയും? കവിത. കവിത. അതില് കുറച്ചുകൂടി സ്കോർ ചെയ്യുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക. തീർത്ഥക്കുട്ടി സർ. പാടി മോള് നന്നായിട്ട്. താങ്ക് യു സർ. ഇതിപ്പം പിന്നെ എം ചന്ദ്രൻ സാർ, അതുപോലെ ബാക്കി ഡീറ്റെയിൽസും കൂടി മോളൊന്ന് പറഞ്ഞേ. ലിറിക്സ് BK ഹരിനാരായണൻ സർ. മൂവി ആയിഷ. പാടിയത് ശ്രേയാജി. ഓക്കെ. അപ്പം ഇത് ശ്രേയാജി പാടുമ്പോൾ ഇത് ഈ കമ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ബട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പോസിഷനാണിത് എം ചന്ദ്രൻ സാറിൻ്റെ. ഇത് മോള് പാടി, പക്ഷെ അത് അത്ര എഫക്റ്റീവ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ലാന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് അവിടുന്ന് പാട്ട് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടോ, പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. ഒരു കാര്യം പറയട്ടെ, യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ മോളെ.
പിന്നെ മോളെ എനിക്ക് ഈ ഇലവെയ്തൊരു അനുരാഗ കാലം അതൊന്നിക്കൊന്ന് പാടിത്തരുമോ? നെഞ്ചിലായി ഇല പെയ്തൊരനുരാഗകാലം. ഓക്കെ, അത് നേരത്തെ ലൈവിൽ പാടിയപ്പോഴേ എന്തോ ഒരു ചളുക്ക് പോലെ ഫീൽ ചെയ്തായിരുന്നു. നോട്ട്സിന്റെ ക്ലാരിറ്റി എന്തോ ഒരു വേഗമായ പോലെ എനിക്ക് തോന്നി. പിന്നെ ഫസ്റ്റ് 2 ലൈൻ ഒന്ന് പാടിയ മോളെ. കൊത്തിവെക്കും ചിത്രം പോൽ കൊത്തിവെക്കും അതാണോ നോട്ട്? കൊത്തിവെക്കും ആ. ചിത്തിരം പോൽ മുത്തുറപ്പിൻ ഇച്ഛ പോലെ. ഓക്കെ, അത് ആ നോട്ട്സിന്റെ ക്ലാരിറ്റി ആയിരുന്നു മോളെ. ഇപ്പോഴും മോളെ അത് പാടുത്താരിരാരേന്നാണോ? അതാണോ പാടുന്നത്? താരിരാരേന്നാണോ? ആ നോട്ടാണോ? ഏത്? കൊത്തിവെക്കും. അതൊക്കെ ഒന്ന് പ്രൊജക്ട് അത് Project മോളെ ചെയ്യണം. അതിന് ക്ലാരിറ്റി ഇല്ല, ഒന്നും അത് മനസ്സിലാകത്തില്ല മോളെ. എന്തോ ഒരു ഭീകര അപകടം പോലെ തോന്നും. അതിന് ക്ലാരിറ്റി വേണം. അതാണോ നോട്ട് മോളെ? ആ. അതാണ് നോട്ട്. ഉം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാൻ കുറച്ച് ക്ലാരിറ്റി പ്രശ്നങ്ങൾ. അതർവൈസ് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കേടിയും ഗുഡിന്റെ ഇടയിൽ എവിടെയോ നല്ല സുഖമുള്ള പാട്ടും. പിന്നെ മോളെ ഇപ്പോഴും നമ്മുടെ കംപ്രസ്ഡ് സിംഗ്, അതായത് എന്തോ ഒരു പിടിച്ച് പാടുന്ന പോലെയാണ് മോള് പാടുന്നത്. അത് കുറേയൊക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ആവാം കേട്ടോ. ഒരു ആരോ കഴുത്തിന് പിടിച്ച് പാടിക്കുന്നത് പോലെ എല്ലാം ഭയങ്കര ഒരു ഫീബിളാണ്. അപ്പം ഓപ്പൺ അപ്പ് ആവാം, കുറച്ചുകൂടെ ഓപ്പൺ ചെയ്യാനുള്ള എക്സസൈസസും അതുപോലെ വോക്കൽ കോച്ച്. ഞാൻ പറഞ്ഞില്ലേ, അത് മ്യൂസിക് ടീച്ചറുണ്ട്, വോക്കൽ കോച്ച് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ എല്ലാവരും ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പല രീതികളിലും. ഫിസിക്കലി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത്രയുള്ളൂ നമ്മളെ. ഓൾ ദി ബെസ്റ്റ്. Thank you, sir. ഓക്കെ, ശരത് സർ. മോളെ Sir. നല്ല എന്താ പറയുക, നല്ല ഒരു ക്യൂട്ട് പാട്ട്. അപ്പൊ അത് മോളെ ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ മോള് ഒരു പ്രസൻസ് ഫീൽ ചെയ്തില്ലടാ. നീ പാടുമ്പോൾ ഉള്ള ഒരു ആയിഷാന്ന് വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ നെഞ്ചത്തേക്ക് അടിക്കണ്ടേത്, അത് കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല, ഇവർക്ക് കിട്ടിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അതൊക്കെ അങ്ങ് പോയി, അത്ര സമയത്തിൽ അങ്ങനെ പോയി കിട്ടി. ഒരു ടേക്ക് ഓഫ് എന്നുള്ള ഒരു സംഭവം ഉണ്ടായില്ല എന്ന് തോന്നി എനിക്ക് മക്കളെ. നമ്മൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവർ ഈ പറഞ്ഞ സ്ഥലം എല്ലാമാണ് നമ്മളെല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ. 4 ലോ പോർഷന് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അത് പാടിയതും നന്നായില്ല. ആദ്യം പല്ലവി പാടി, അപ്പോൾ അതുള്ള സത്യവും കൂടെ പറഞ്ഞേക്കാം. ആ അനുരാഗ കാലം അത് മോള് കേട്ട് നോക്കാം ടെലികാസ്റ്റ്. നമുക്ക് ഈ അവസാനത്തുള്ള ആയിഷ ഒന്ന് വൃത്തിയായിട്ട് പാടി ഫുൾ കോൺഫിഡൻസൊക്കെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഒക്കെ ഇട്ട്. ഇനി അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. എന്നാലും മോളൊന്ന് നന്നായിട്ടൊന്ന് പാടി ഒന്ന് നിർത്തിയാൽ നോക്കാം. ആയിഷ ആയിഷ കൽബ് നീ ആയിഷ. ഓക്കെ, അത് മോള് വളരെ സോഫ്റ്റ് ആയിട്ടാണോ പാടുന്നത്? അതിതാണോ ഇത് വല്ല അതാ ഷാനിക്ക പറഞ്ഞു. അങ്ങനെയാണോ പാടുന്നത്? ആയിഷ കുറച്ചെങ്കിലും നമ്മുടെ മോടെ ഒരു ടോൺ കുറച്ചും കൂടെ ശക്തിക്ക് പാടാമോ? ആയിഷ ആയിഷ നമ്മളെ കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആക്കിക്കോ. ആയിഷ ആയിഷ കൽബ് നീ ആയിഷ. ബെറ്റർ ആണ് മോളെ, ബെറ്റർ ആണ്. അത് ആയിഷ എന്ന് പാടണ്ട, അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഇത് നമുക്ക് കൂടെ കേൾക്കണ്ടേ കുഞ്ഞ് എന്താ പറയുന്നതെന്ന്. അപ്പം അത് കുറച്ചും കൂടെ അതിന് ത്രസ്റ്റ് ആകാമായിരുന്നു എന്ന് തോന്നി. വല്ലാണ്ട് ഓപ്പൺ അപ്പ് ആവാണ്ട് എന്നാ കുറച്ചും കൂടെ, അപ്പം അതിനൊരു സുഖം കിട്ടുവാടാ കേട്ടോ. ഓക്കെ, താങ്ക് യു ശരത് സർ. സർ മാർക്ക്. മാർക്കോ? മാർക്ക്. ആ മാർക്ക്. ഓക്കെ, ആയിഷേ സർ. സുഖമാണോ? ഓ. ഓ, എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു കുഞ്ഞ്? ഒരു 6.5 എന്താണെന്നുള്ളത് പറഞ്ഞോ മോളെ. പറഞ്ഞോടാ, നോക്കട്ടെ. ഒരു അടി അടിക്കുക നോക്കട്ടെ. 8. 8 മതിയല്ലേ? ഓ, ആശ്വാസമായി. അപ്പൊ ആ പോയിന്റ് ഒക്കെ ഒന്ന് മാറ്റി അല്ല, നമുക്ക് മാറ്റി. 1. 1 മതിയോ? ഓക്കെ, മൊത്തം കളഞ്ഞത്. അയ്യോ, കാൽക്കുലേഷൻ 8.2. 2 മതിയല്ലേ? പ്രശ്നമാണല്ലോ ഈ പെണ്ണ്. 8.5 വെക്കുന്ന 8.3. 3 മതിയോ? മതി. അല്ല, അങ്ങ് നീ മാറ്റ്. പോ. മാറ്റത്. 8.4. ഇപ്പോൾ 4ഓ? 8.5. അങ്ങോട്ടും വരാണ്. ഇങ്ങോട്ടുമില്ല. 8.6.
മക്കളെ അമിത ആഗ്രഹം പാടും. പറഞ്ഞു തന്നു. മക്കളെ 8.4. താങ്ക് യു താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ പറഞ്ഞോ. 8.4. ഉറക്കെ പറ. 8.4. കറക്റ്റ് അല്ല, തെറ്റി. തെറ്റി. 8.3. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. അതെനിക്ക് ഷാനിക്ക അതെനിക്ക് ഇഷ്ടമായി. എത്രയാ? അത് ഹിഡൻ അല്ലേ? ഇടണ എന്നാ പിന്നെ വേണ്ട. അതാണ് വേണ്ട, നമ്മൾ അതിനൊരു മാന്യത കൊടുക്കണ്ടേ. ഓക്കെ, സോ ടോട്ടൽ 16.7. ഓക്കേടാ.